എന്താണ് എന്ത് പറ്റിയേ? കൊറോണ വന്നതിന് ശേഷം ആർക്കും വയ്യ. അതന്നെ പിടിച്ചു നിൽക്കണേ ഉള്ളൂ. വഴിയിൽ തന്നെ പിടിക്കണം. കയ്യിൽ മാത്രം പിടിച്ചാ മതി. എന്തത് അത് കൈ തന്നെയാണ്, വേറൊന്നുമല്ല. നീ വേറെ സൂപ്പ് കഴിക്കുന്ന ഉണ്ട് ആശാ സൂപ്പാണ്. അതുകൊണ്ട് കഴിച്ചാൽ എങ്ങനെയല്ല. പിന്നെ അവിടെ എടുത്ത കുട്ടിയില്ലായിരുന്നല്ലേ എവിടെയാണ് അപ്പോഴെ കേട്ട നാലുകുട്ടി ഞാനും കുട്ടിയാൻ പോയി. അതും പോയാ ഓ അവരും ഞാനും കൂടിട്ടേ കളമെടുത്ത് കളിച്ചിട്ടുണ്ട്. കളം വരച്ചിരിക്കുന്നു. ആ ചാടിയിട്ടുണ്ട്. അതെ കുട്ടി ചാട്ടക്കാരിയാണ്. ആ ചാട്ടം ഇപ്പൊ ചാടുണ്ടോ? ആ ചാട്ടി ഇപ്പോഴും ചാടുണ്ടോ? നല്ല ചാട്ടം. ഭാഗ്യവാൻ. ആ ഇതിന്റെ ഭയമാണ് ഒരുപാടുണ്ട്. ഇതല്ലേ? ആ മുക്കിയേ ആ മുക്കിക്ക് 4-5 മക്കളുണ്ടായിരുന്നില്ലേ? ഓ അവരൊക്കെ എന്താണ്? അവരൊക്കെ എവിടെയാണ്? എല്ലാം പെരപ്പുറത്ത് പെരപ്പുറത്ത് നില പോയി. മോള് നില പോയി. ഓ നിലയാണാവോ? സ്വന്തം വീട് വെച്ചിട്ട് കാലില്ലാത്ത റൂമും തൊമ്മില്ലാത്ത അടുക്കളയിൽ വെച്ചിരിക്കണ്ട അവിടെ. ഞാനൊരു വീട് വെച്ചനാ. ആ രണ്ടിനെ വാങ്ങിച്ച. ഓ ശരി ശരി. അവരെ ഭർത്താക്കന്മാരൊക്കെയോ? ഭർത്താക്കന്മാരാ? ആരൊക്കെയാണ് അവര്? അതെ പെരുങ്കുള നരസിംഹ ചെട്ടിയാര്. നീ വേറെ ഒന്നും വിചാരിക്കണ്ട. നേരെ ചെട്ടിയാരെ വീട്ടിൽ പോയി. ആ വഴിക്ക് പോയോ? അത് നീ വിചാരിക്കണ്ട. ഇല്ലല്ലേ, ഞാൻ വിചാരിച്ചില്ല. രണ്ടാമത്തേതാ എന്താണ് ഒന്നും കൂടി പറയാൻ? ഞാൻ എന്തൊക്കെയാ വിചാരിച്ചു. അലനല്ലൂര്. അവിടെ പട്ടാമ്പി ചെട്ടി. പത്താമ്പി ചെട്ടിയോ? എനിക്കതെന്നാണ് ഇഷ്ടം. നീ ചിന്ന നമ്മുടെ പേര് കുട്ടിയത് തന്നെ തന്നെ ഒറ്റക്കന്നെ. എന്നിട്ട് എന്താണ് ഈ സംസ്കാരം? അല്ലല്ല, മുഖ്യപ്പേർ പറയാൻ കിട്ടണ്ട. അതെ എനിക്കും പറയാൻ കിട്ടില്ല. അങ്ങനെയൊക്കെ അവർക്ക് വിശേഷങ്ങൾ. മൂന്നാമത്തെ നീ കൊണ്ടേ എല്ലാവരും നാളെ എനിക്ക് എന്താണ്? നാളെ അറിയില്ല. അല്ലല്ല, ചോദിച്ചാ ഞങ്ങൾക്ക് ആരുവരെ കണ്ടിട്ട്. അതാ ഗോവിന്ദക്കുട്ടി പിശടി. പീരശെട്ടി. വീരനട അല്ല പീരശെട്ടി. നമുക്ക് മുഖ്യപ്പേർ പറയാൻ കിട്ടണ്ട. ചൂണ്ട തല പോലെ എന്റെ നാക്ക് കിട്ടില്ല. നാലാമത്തെ ആള് മാറിയോ? ടക്കാമക്കയാണ്. അതെ ടക്കാമക്ക മണത്തു വരയിൽ മാറി. പോട്ടെ അത് പോട്ടെ. അഞ്ചാമത്തെ ആളോ? അഞ്ചാമത്തെ ആള് കരിങ്കുളം. കരിങ്കുളം കൊല്ലംകോടിന്റെ അടുത്ത്. ഹരിവന്ത പൊതുവാള്. നീ എല്ലാം എഴുതിയെടുത്തോ? ഓ അരിവന്ത പൊതുവാള് പിഷാരടി ഒക്കെ എഴുതിയിട്ടുണ്ട്. നാളെ എന്നോട് ചോദിക്കണ്ട. ഇല്ല ചോദിച്ചില്ല. ഓ ഇപ്പൊ തൊഴിലുറപ്പിൽ പോകുന്ന ഇല്ല മുക്കിയേ. അവിടെ തൊണ്ട അടുപ്പിന്റെ മുഴ പോലെ ആയിരിക്കാണ്. ആ ഇരിക്കാൻ തണുപ്പ് വന്നു. അതന്നെ തണുപ്പ് വന്നിരിക്കാണ്. ഞാനേ മുക്കിക്ക് പേരക്കുട്ടി അറിയോ? ഞാൻ ഇരിക്കണ്ട്. അറിയോ? കണ്ടിട്ടുണ്ടോ? പിന്നെന്താണ്? അവന്റെ ഒരു കണ്ണാടി ഉണ്ട്. കറുത്ത ഫ്രെയിം ഇട്ട് ഒരു കണ്ണട. മൂപ്പരെന്താണ് മറ്റേ വടിവെച്ചിട്ട് മോഹൻല ആ കണ്ണട കൂട്ടിട്ട് നോക്കുകയാണ്. അങ്ങനെ തലയാട്ടിയപ്പോ എനിക്ക് മനസ്സിലായി. അത് ശരി. കണ്ണു പത്തല്ല. ഇന്നലെ അവിടെ പോയി സാരിറ്റി ഹോസ്പിറ്റല്. ഏത് ഹോസ്പിറ്റല്? നേരിട്ട് വെട്ടിയ സാരിറ്റി വെട്ടിയ അഹല്യ. ഏതോ ഹോസ്പിറ്റല്. അവര് എല്ലാം കുന്ത്രാണ്ട് കാണിച്ചു. അതിനെക്കൊണ്ട് മുത്തർ തള്ളിയിട്ട് വന്നു. അതിനെക്കൊണ്ട് മുത്തർ തള്ളിയിട്ടു. എന്നിട്ട് കണ്ണു തുറന്നിട്ട് മേപ്പർ നോക്കിയിരിക്കും പറഞ്ഞു. ഞാൻ മേപ്പർ നോക്കിയിരിക്കുമ്പോൾ അവര് പറയണേ എനിക്ക് സ്ഫടികം വേണം. ഏത് കളറിൽ കണ്ണട വേണം. ശരി ശരി.
അല്ല അതിക്കൊണ്ട് തലയിട്ടപ്പോ വന്തല പറഞ്ഞു ആ അങ്ങനെയും പറഞ്ഞു ആദ്യം പറഞ്ഞു. അതെ അതെ വലിയ ബില്ലിട്ട് ഈ ബില്ലിട്ടില്ല ആ ആവോ അന്ന് നീ എപ്പോഴത്തെ കാര്യം ചോദിക്കുന്നു മുച്ചിറ പ്രായത്തിൽ കാര്യം ആ. ചെറുപ്പത്തെ അപ്പൊ നമ്മളെ അവിടെ വളരെ താമസില്ലേ വളാട്ടോ രാമേട്ടോ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു കണ്ടതാണെങ്കിൽ ചോദിക്കും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അന്ന് അന്ന് എനിക്ക് മൂത്തര് 4 ചാക്ക് അരി 2 ചാക്ക് കൊട്ടക്കരി എല്ലാം എനിക്ക് തന്നു എന്തിനാണ് ഈ ബില്ല് ക്ലിയർ ആ ഈ ബില്ല് ക്ലിയർ ചെയ്യാൻ ആ നിനക്ക് ഇംഗ്ലീഷ് അറിയാം ഓ അറിയാം. അതാണ് സംഗതി അതെ. ആ. അപ്പൊ മുത്തി ആ പറയും മുത്തി പഴയ ഓണക്കളിയൊക്കെ മറന്നുണ്ടോ ഇല്ല ഒന്നും വന്നിട്ടില്ല മോനെ ഇപ്പോഴും അറിയോ അതെല്ലാം മനസ്സിൽ വെച്ച് താരാട്ട് പാടി താരാട്ട് പാടി ആനപ്പാടി ചേരാൻ ഇങ്ങനെ നടക്കുന്ന ഒരു ജീവിതം ആ. വേറെ കുടിക്കാൻ ആഗ്രഹം സാധിച്ചു തരുമോ നീയൊക്കെ ആ സമയം വന്നാൽ അതൊക്കെ അറിയണം. നമുക്ക് നോക്കുണ്ടായിരുന്നില്ലല്ലോ ആ, വേണ്ട, വേണ്ട. മലമ്പുഴ ഡാം പോലെ വെള്ളം ആവും ആ സിനിമ നീ പറയണ്ട. പാദരസ സീനിലാവും. വേണ്ട 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 എന്നിട്ടാ മുത്തിര കളി കാണണ്ടേ മുത്തുര കളിയാണല്ലടാ അല്ല മുത്തിര ഓണക്കളി ആ തിരുവാതിര ആ, തിരുവാതിര. വളക്ക് വെച്ചിട്ടുണ്ടാ വിളക്ക് വെച്ച് ഇതെന്താ കത്തറ ആ നിറ അപ്പൊ മുത്തിര കളിച്ച് കാണിച്ചു തരാം കുട്ടികൾക്ക് നിനക്ക് ഗ്രൂപ്പ് ഡാൻസ് വേണോ സോളോ ഡാൻസ് വേണോ